തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ചയ്ക്ക് മമതാ ബാനർജി ജ്ഞാനേഷ് കുമാറുമായി TMC പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും. SAR-മായി ബന്ധപ്പെട്ട ആക്ഷേപം അറിയിക്കും. ബംഗാൾ SAR-ൽ ക്രമക്കേട് തുടരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കൂടിക്കാഴ്ച. PR അരവിന്ദ് വിവരങ്ങളുമായി ചേർന്നു. അരവിന്ദ്, എന്താണ് SAR-നെ കുറിച്ച് മമതാ ബാനർജിയുടെ ആക്ഷേപം? അജിംസ്, ബംഗാളിൽ SIR-ന്റെ കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ ഏകദേശം 58 ലക്ഷം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. പക്ഷേ വീണ്ടും ഈ പരാതികൾ നൽകാനുള്ള സമയം ഉണ്ടെങ്കിലും അതിൽ കൃത്യമായ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പലർക്കും അപേക്ഷകൾ കൃത്യമായി നൽകുവാൻ സാധിക്കുന്നതിൽ അടക്കമുള്ള പരാതികളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമായി പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കുന്ന അടക്കമുള്ള ആരോപണങ്ങൾ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് ബോധ്യപ്പെടുത്തുവാനാണ് ഇപ്പോൾ മമതാ ബാനർജിയും അതുപോലെ തന്നെ TMC-യും തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമയം തേടുകയും ഫെബ്രുവരി 2-നാണ് ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമയം അനുവദിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2-ന് വൈകുന്നേരം 4 മണിക്കാണ് ഡൽഹിയിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടക്കുക. SIR-മായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കൃത്യമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് അറിയിക്കും. അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. പക്ഷേ ഈ കൂടിക്കാഴ്ച നടന്നെങ്കിലും അതിലൊന്നും കൃത്യമായി ഇടപെടൽ ഉണ്ടാകാനോ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്ന പരാതിയാണ് തൃണമൂൽ കോൺഗ്രസിന് ഉള്ളത്. വ്യാപകമായ ക്രമക്കേട് ബംഗാളിൽ SIR-മായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതോടൊപ്പം തന്നെ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവർക്ക് കൃത്യമായ അപേക്ഷകൾ നൽകുവാനോ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുവാനോ സാധിക്കുന്നില്ല എന്ന പരാതി കൂടി മമതാ ബാനർജി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. അജിംസ്, ശരി അരവിന്ദ്.